ശ്രീ ഹരിദാസ്, ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ സ്റ്റേജ് നോക്കി, തരം നോക്കി, സന്ദർഭം നോക്കി വേഷം കെട്ടി ആടുന്നതാണോ നേതൃഗുണം? അതിൽ മിടുക്കനാണ് എന്ന് തെളിയിച്ചതുകൊണ്ടാണോ ബിട്ടാസിനെ തന്നെ മധ്യസ്ഥനാക്കിയത്? അങ്ങേയറ്റം അപലപനീയമായി പോയി. അദ്ദേഹത്തിനത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിനെ എല്ലാം അതേ നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ശ്രീ ജയരാജ് ഇപ്പോഴത്തെ നിങ്ങളുടെ CPM എന്ന് പറയുന്ന, നിങ്ങളുടെയല്ല, നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ ദൈവത്തിനേക്കാൾ വലിയ പ്രതിച്ഛായ നൽകിയിട്ടാണ് ഈ പാവപ്പെട്ട ആൾക്കാരെ, ഈ റേഷനരിക്ക് ഗതിയില്ലാത്തവർ കൊണ്ടു നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ താങ്കളെ പോലുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ആൾ കാപഢ്യങ്ങളുടെ വേഷം കെട്ടലാണ് നേതൃത്വം എന്ന് പറയുമ്പോൾ അവരെയൊക്കെ എത്രത്തോളം അങ്ങേയറ്റം എത്ര ബുദ്ധിമുട്ടിലായിത്തീരും, അവരുടെ മാനസികാവസ്ഥ എന്തായിത്തീരും. അപ്പോൾ കാപഢ്യങ്ങളുടെ വേഷം കെട്ടലാണ് നേതൃത്വം എന്നാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത്. അത് കേരളത്തിലെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ അത് വിശ്വസിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും കാലം അവരെ വഞ്ചിക്കുകയായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാകുകയാണ്. പിന്നെ താങ്കൾ വേറൊരു കാര്യം പറഞ്ഞു, ഈ സമരം 4 ദിവസം കൂടി നീണ്ടു നിന്നിരുന്നുവെങ്കിലത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ആയിരങ്ങൾ ഒരു പക്ഷേ വെടിയേറ്റോ അല്ലെങ്കിൽ മറ്റു നിലയ്ക്കോ മരിക്കുമായിരുന്നു. ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപിക്കുമ്പോൾ CPM പോലുള്ളൊരു പാർട്ടിക്ക് അറിയില്ലേ ഇതെന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന്? അപ്പോൾ 1000 രക്തസാക്ഷികളെ ഈ പ്രശ്നത്തിലൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ സമരവും പ്രഖ്യാപിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് അണികളോട് വരാൻ പറഞ്ഞത്? അണികളോട് വരാൻ മുഴുവൻ പറയേണ്ട പാർട്ടിയല്ല CPM. അണികൾ നിങ്ങൾ എത്തൂ എന്ന് പാതി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്തുന്ന അണികളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത് അവരെ കൊലയ്ക്ക് കൊടുക്കാനാണോ? അപ്പോൾ 3 ദിവസത്തിൽ ഈ 24 മണിക്കൂർ കൂടി ഈ സമരം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുമായിരുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ ഇത്തരത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇത്തരത്തിലൊരു സമരാഭാസം ഒഴിവാക്കാമായിരുന്നു. അനിൽ നമ്പ്യാർ, 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നമ്മൾ പറയില്ല, ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ അന്തർധാര കേരളത്തിൽ ഇന്നൊരു തുടങ്ങിയിട്ടുള്ളതാണോ? നമുക്ക് 1-2 കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത്, എനിക്ക് അധികാരം കിട്ടിയാൽ കിളിരൂർ കേസിലെ പ്രതിയെ കയ്യാമം വെച്ചുകൊണ്ട് റോട്ടിലൂടെ നടത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ശ്രീ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന, നമ്മളൊക്കെ അന്ന് അത്രയധികം വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ വാക്ക്. അദ്ദേഹം അധികാരത്തിൽ കയറി 5 വർഷം ഇരുന്നിട്ട് എത്ര പേരെ കയ്യാമം വെച്ചുകൊണ്ട് ഒരു VIP-യുടെ മകൻ ഈ ആശുപത്രിയിൽ സന്ദർശിച്ചുകൊണ്ട്, VIP-യുടെ അമ്മ സന്ദർശിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, ഈ പ്രതിയെ ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ നടത്തുമെന്ന്. നമ്മൾ കണ്ടില്ല, ആരും നടക്കുന്നത് കണ്ടില്ല. ഒരു മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായൊരു നേതാവ് ഒരു ഐസ്ക്രീം പാർലർ കേസിൽ പെട്ടപ്പോഴും അച്യുതാനന്ദൻ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഇവരെയൊക്കെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, ഞങ്ങൾ വഴിയിലൂടെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് പറഞ്ഞു. ഒരാളും അറസ്റ്റ് ചെയ്യുന്നതും ഒരാൾ പുറത്തേക്ക് വരുന്നതും കണ്ടില്ല. മറ്റൊരു കാര്യം കൂടി ഐസ്ക്രീം പാർലർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത് കേട്ടു, ഒരു ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൻ വിതുര കേസിലെ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് ചാടിയതിൻ്റെ പേരിൽ ആ കേസ് ഞങ്ങൾ കുത്തിപ്പൊക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ നമ്മുടെ ഐസ്ക്രീം പാർലർ കേസ് ഭംഗിയായിട്ട് ഒതുക്കി കൊടുത്തത്. പിന്നീട് ഒരു നെഗറ്റീവ് PIL പൊതു താൽപ്പര്യ ഹർജി, പോസിറ്റീവ് PIL അല്ല, നെഗറ്റീവ് PIL ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ട് അതിലത്തെ പ്രതി കുറ്റക്കാരനല്ലെന്ന് ഹൈക്കോടതിയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ കേസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടി എടുക്കാം. മൂന്നാറിലേക്ക് 3 പൂച്ചകളെ പറഞ്ഞയക്കുന്നു. പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നു. നമ്മളൊക്കെ വിചാരിച്ചു മൂന്നാറിൽ കയ്യേറിയ ഭൂമികളിൽ 10 സെൻറ്റ് ഭൂമി അതിൽ നിന്ന് റിക്കവറി ചെയ്തിട്ടാണോ ആ 3 പൂച്ചകളെ അവിടെ നിന്ന് ഇറക്കി കൊടുക്കുന്നത്? അന്തർധാര അതിന് ഈ കോൺഗ്രസ്സുകാരുടെ ഏതെങ്കിലും ഒരു നേതാക്കൾ മൂന്നാറിലുള്ളവരോ കേരളത്തിലുള്ളവരോ അതിനെ തുടർന്നിട്ട് ഭരണത്തിലേറിയിട്ട് എന്തെങ്കിലും ഒരു ചെറുവിരൽ ചലിപ്പിച്ചുവോ? ഈ മറ്റേ കിളിരൂർ കേസിൻ്റെ കാര്യത്തിൽ ചലിപ്പിച്ചുവോ? അപ്പോൾ നമ്മളറിയാത്ത, സാധാരണക്കാരറിയാത്ത ഒരുപാട് അന്തർധാര രാഷ്ട്രീയത്തിലുണ്ട്. ആ അന്തർധാരയൊക്കെ കൃത്യമായിട്ട് കളിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ സോളാർ കേസ് എന്നുള്ളത് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിവുള്ള കാര്യമാണ്. അതിനപ്പുറമുള്ളൊരു വെളിപ്പെടുത്തലൊന്നും ഇപ്പോൾ ശ്രീ ജോൺ മുണ്ടക്കയത്തിൻ്റെ പുസ്തകത്തിലൂടെ പുറത്തു വന്നു എന്നൊന്നും നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞു. അടുത്ത പാരവെപ്പിനും അടുത്ത എന്താണ്, ആർക്ക് നേരെയാണ് കോൺഗ്രസ്സിൽ പടയൊരുക്കം നടത്തുക എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗമുണ്ടെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ കയറട്ടെ. പിന്നീട് ഉണ്ടാവാൻ പോകുന്ന സംഗതികളെ കുറിച്ചിട്ട് ഇപ്പം തന്നെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ
കാലഘട്ടം കാലം കൊടുക്കുന്ന മറുപടി കൃത്യമായിട്ട് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് കോൺഗ്രസ്സുകാർ. അത് ഒരാളിൽ നിന്ന് ഒരാളുടെ ചുമലിൽ നിന്ന് അടുത്ത ചുമലിലേക്ക് പോകുമ്പോൾ ഈ ചുമലിലുള്ളവൻ മറ്റുള്ളവനെ കുറ്റം പറയുന്നു എന്നുള്ളതിനപ്പുറം കരുണാകരന് മുമ്പ് കരുണാകരന് ആർക്കും പാര വെക്കേണ്ടി വന്നിട്ടില്ല. കാരണം കേരള രാഷ്ട്രീയം പിച്ച വെച്ച് നടക്കുന്ന കാലത്ത് അദ്ദേഹം നേതൃത്വ സ്ഥാനത്ത് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരാളെ പാര വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കരുണാകരൻ തൊട്ടിട്ട് ഇപ്പോൾ വി ഡി സതീശനെതിരായിട്ടുള്ള നമ്മൾ പറയില്ലേ അണിയറ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഓരോരുത്തരും ഒതുക്കപ്പെടേണ്ട സമയത്ത് കൃത്യമായിട്ട് ഒതുക്കാനുള്ള കാര്യം കോൺഗ്രസിന് അറിയാം. പക്ഷേ അതിൽ ഈ ലൈംഗിക ആരോപണം വന്നിട്ടുള്ള കാര്യത്തിൽ എനിക്ക് രണ്ട് കാര്യം കൂടിയും പറയാനുണ്ട്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അതേ പ്രായം തന്നെയാണെന്ന് തോന്നുന്നു ഈ ഉമ്മൻചാണ്ടിക്ക്. ഒരു 2022 പത്രസമ്മേളനം ക്ലിഫ് ഹൗസിൽ വെച്ചിട്ടൊരു പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനെ ക്ഷുഭിതനാക്കുന്ന വിധത്തിൽ എന്തോ ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ ഒരു റൂമിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യം ഇന്നും എൻ്റെ ചേട്ടിലുണ്ട്. ഇവിടുത്തെ ഈ റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ലേ, ഞാൻ വിളിച്ചു പറയണോ? അപ്പോഴും ഈ സോളാർ കേസിൻ്റെ ഇത്തരത്തിലുള്ളൊരു ലൈംഗിക ആരോപണത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുള്ളതല്ലേ അനിൽ നമ്പ്യാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പക്വത മനസ്സിലാക്കേണ്ടത്, ബിജു രാധാകൃഷ്ണൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ ജോൺ മുണ്ടക്കയത്തിൻ്റെ പുസ്തകത്തിലും ആ കാര്യം പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിലും പറഞ്ഞു കേട്ടിരുന്നതാണ്. കുറേ കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി, മരണം വരെ ആ വെളിപ്പെടുത്തിയ സംഗതി അദ്ദേഹം പറഞ്ഞില്ല. അതിൻ്റെ കാര്യമാണ് രസം. ഈ സോളാർ കേസിൻ്റെ സൂത്രധാരയായ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് അത് വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കുറേ കുടുംബങ്ങൾ അനാഥമായി പോകും, അതുകൊണ്ട് ഒരു കാരണവശാലും അത് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആയിരിക്കാം എന്ന് ഇപ്പം ജോൺ മുണ്ടക്കയവും പറയുന്നു, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായി അടുപ്പമുള്ളവരും പറയുന്നു. അത് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതും, പിണറായി വിജയന് ദേഷ്യം വന്നപ്പോൾ ഇവിടുത്തെ ഈ റൂമിൽ നടന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയണോ എന്ന് ചോദിച്ചതും കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ വല്ലച്ചിറ മാധവനെക്കാട്ടിലും അയ്യനത്തിനെക്കാട്ടിലും മോശപ്പെട്ട് ഒരു പത്രമാധ്യമ പ്രവർത്തകയോട് സംസാരിച്ച AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ ചുമക്കുന്നവരാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതുപോലെ തന്നെ ഈ സോളാർ കേസിൻ്റെ പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സകല ലൈംഗികാരോപണവും നേരിട്ട ഒരു വ്യക്തിയെ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും, മുഖമൊക്കെ വീർത്ത് കെട്ടി മൂക്കുമ്പിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് ഇപ്പോൾ അടിയന്തിരമായിട്ട് മന്ത്രിയാക്കി, 2.5 കൊല്ലം കൊണ്ട് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ കേരളം അങ്ങനെ അറബിക്കടലിൽ പോകുമെന്ന നിലയിലേക്ക് അദ്ദേഹത്തെ പിടിച്ച് ആക്കിയിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ കാലഘട്ടത്തിൻ്റെ വിരോധാഭാസം എന്നല്ലാതെ എന്താണ് പറയുക. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജയരാജ് ഒരു പക്ഷേ പറയും, ആ കേസ് എന്തായി AK ശശീന്ദ്രനെതിരായിട്ട്? കേസ് പിൻവലിക്കപ്പെട്ടാലും മകളുടെ മകളാവാൻ പ്രായമുള്ളൊരു പെൺകുട്ടിയോട് ഈ മനുഷ്യൻ പറഞ്ഞ വൃത്തികേടുകൾ കിടക്കുകയല്ലേ ശ്രീ ജയരാജ്? അവിടെ കിടക്കുകയല്ലേ? സാധാരണക്കാരായ ഒരു മനുഷ്യൻ പറയോ, ഒരു പിച്ചക്കാരൻ പറയോ? എന്നിട്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി പറഞ്ഞ വാക്കുകൾ താങ്കൾ ആ യൂട്യൂബിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു വിഷപ്പ് ചുമക്കുന്നവരാണ് ഈ ക്ലിഫ് ഹൗസിൻ്റെ ഒരു മുറിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ അവിടെ നടന്ന കാര്യം പറയണോ എന്ന് ചോദിച്ചത്. അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറയുന്നു, CBIയും പറയുന്നു. ഈ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ഇത്രയൊക്കെ മോശപ്പെട്ട നിലയിലെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അതിലും ഈ പാവം അത്തരത്തിലുള്ള ഒരു ലൈംഗികാരോപണങ്ങളും ഈ ഉന്നയിക്കപ്പെടുന്നത് പോലെ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേരളമുണ്ടല്ലോ, ഈ കേരളം ആ മനുഷ്യനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ശ്രീ അനിൽ നമ്പ്യാർ.